അല്ലാഹുവിന്റെ പരിശുദ്ധമായ റമളാനിന്റെ റഹ്മത്തിന്റെ ആ പത്തിലാണ് നമ്മൾ കടന്നു വരുന്നത്. ആ റഹ്മത്ത് മുഴുവനും ലഭിക്കുന്നവരിൽ നമ്മളായി മാറണം. റമളാനിന്റെ ഒന്നാമത്തെ ദിവസം മുതൽ ദുആ ആരംഭിക്കുകയാണ്. എന്താ ദുആ? റമളാനിന്റെ ഒന്നാമത്തെ ദിവസം മുതൽ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്നah വഅഊദു ബിക മിനൻ നാർ അല്ലാഹുമ്മ അർഹംനി യാ അർഹമർ റഹീമീൻ. നിറഞ്ഞ മനസ്സോടെ നമ്മൾ നല്ലതുപോലെ ചൊല്ലാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അശ്ഹദു ഞാൻ സാക്ഷ്യം വഹിക്കുന്നു, അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലാഹു അല്ലാതെ ഒരിലാഹില്ല എന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുകയാണ്. അസ്തഗ്ഫിറുല്ലാഹ്, അല്ലാഹുവേ ജീവിതത്തിന്റെ സകലമാന പാപങ്ങളും നീ പൊരുത്തപ്പെട്ടു തരണേ റബ്ബേ. ഈ ദുആ വെറുമൊരു ദുആയല്ല, ഒരുപാട് അത്ഭുതങ്ങൾ നിറഞ്ഞ അത്യത്ഭുതങ്ങൾ നിറഞ്ഞ ഒരു ദുആയാണ് നമ്മൾ എന്നും നമ്മൾ ചൊല്ലുന്നത്. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹുവേ നിന്നെ കൊണ്ട് ഞാൻ സാക്ഷ്യം വഹിച്ച് കലിമ ചൊല്ലി സന്തോഷത്തോടു കൂടി കടന്നു വന്നു. അസ്തഗ്ഫിറുല്ലാഹ്, എന്റെ പാപങ്ങളെല്ലാം നീ എനിക്ക് പൊരുത്തപ്പെട്ടു തരണേ അല്ലാഹ്. അസ്അലുകൽ ജന്നah, അല്ലാഹുവേ നിന്റെ പവിത്രമായ പരിശുദ്ധമായ സ്വർഗ്ഗം ഞാൻ നിന്നോട് ചോദിക്കുകയാണ്. വഅഊദു ബിക മിനൻ നാർ, അല്ലാഹുവേ നിന്റെ സ്വർഗ്ഗം എനിക്ക് തരുന്നുവെന്ന് മാത്രമല്ല, നിന്റെ കത്തിയാണുന്ന നരകമുണ്ടല്ലോ, ആ നരകത്തിൽ നിന്ന് കാവൽ ചോദിക്കുകയാണ്. ഈ ഒരു ദുആ എത്ര അത്ഭുതമുള്ള ദുആയാ! ഏറ്റവും ദുആ സ്വീകരിക്കാൻ സമയമുള്ള സമയമായ മാസമായ ഏറ്റവും നല്ല മാസമാണ് പരിശുദ്ധമാക്കപ്പെട്ട റമളാൻ. അതിൽ ഓരോ വഖ്ത് നിസ്കാരത്തിന് ശേഷവും എല്ലാ ദിവസവും നമ്മൾ ചൊല്ലാറുള്ളത് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്നah വഅഊദു ബിക മിനൻ നാർ. വളരെയേറെ ഈ റമളാൻ കഴിയുന്നത് വരെയും നല്ല നീയത്തോടുകൂടി നിങ്ങൾ അങ്ങനെ ചൊല്ലുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിന് വലിയ മഹത്വം തന്നെയാണ്, വലിയ സന്തോഷം തന്നെയാണ്, വലിയൊരു ആനന്ദം തന്നെയാണ്. അതുകൊണ്ട് ഈ പരിശുദ്ധമായ ഈ മാസത്തിൽ വേണ്ടുന്ന കോലത്തിൽ നല്ല നീയത്തോടുകൂടി നമ്മളൊക്കെ ചൊല്ലിക്കൊണ്ട് കടന്നു വന്നാൽ നമ്മൾ വിജയിച്ചുവെന്നാണ്. അതുകൊണ്ടാണ് അവിടെ നിന്ന് പറയുന്നത് അശ്ഹദു. ഒന്നുകൂടെ എല്ലാവരും ഈ നാട് കൊണ്ടിരിക്കുന്നവർ എന്റെ കൂടെ വന്ന് ചൊല്ല് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്നah വഅഊദു ബിക മിനൻ നാർ. അല്ലാഹുവേ പരിശുദ്ധമായ റബ്ബിലേക്ക് സ്വർഗ്ഗം ചോദിച്ചു, നരകത്തെ തൊട്ട് കാവൽ ചോദിക്കുകയാണ്. ഇനി നമ്മൾ ചൊല്ലുന്ന ഒരു ദുആയുണ്ട്. അല്ലാഹുവേ ഒന്നാമത്തെ പത്തില് നമുക്ക് ലഭിക്കേണ്ടുന്ന ഒന്നേതെന്നറിയുമോ? അത് റഹ്മത്താണ്, അല്ലാഹുവിന്റെ റഹ്മത്താണ്. അല്ലാഹുമ്മ അർഹംനി യാ അർഹമർ റഹീമീൻ. അല്ലാഹുമ്മ തമ്പുരാനെ ഇർഹംനി, എനിക്ക് നിന്റെ റഹ്മത്ത് ചൊരിക്കണേ അല്ലാഹ്. യാ അർഹമർ റഹീമീൻ, റഹ്മത്ത് ചൊരിയുന്നവരില്, അനുഗ്രഹങ്ങൾ ചൊരിക്കുന്നവരില്, സന്തോഷം ചൊരിക്കുന്നവരില് ഏറ്റവും നല്ല റഹ്മത്തുടയവനെ, കാരുണ്യമുടയവനെ അല്ലാഹുമ്മ അർഹംനി യാ അർഹമർ റഹീമീൻ. നല്ല മനസ്സും നല്ല നീയത്തും വെച്ചുകൊണ്ട് നമ്മൾ അങ്ങനെ പറയുകയാണെന്നുണ്ടെങ്കിൽ സഹോദരങ്ങളെ നമ്മളെല്ലാവരും രക്ഷപ്പെട്ടു. നന്മയുടെ വഴികളിലൂടെ നമുക്കൊന്ന് കടന്നു പോകാനും കഴിയും. അത് ഏറ്റവും നല്ല സന്തോഷമാണ്, അത് ഏറ്റവും നല്ല അത്ഭുതം കൂടിയാണ്. അതിനുവേണ്ടി പരിശ്രമിച്ചുകൊണ്ട്, അതിനുവേണ്ടി ത്യാഗം സഹിച്ചുകൊണ്ട് കടന്നു വരണമെങ്കിൽ മാത്രമേ നമുക്ക് ഇവിടെ വിജയിക്കാൻ കഴിയുകയുള്ളൂ.
ഈ ദുആയൊക്കെ നമ്മൾ മനസ്സറിഞ്ഞുകൊണ്ട് ചൊല്ലുമ്പോൾ അല്ലാഹുമ്മ റഹ്മനി എന്ന് പറയുമ്പോൾ നമ്മുടെ ഖൽബിന്റെ അകത്തട്ടിൽ അല്ലാഹ് നിന്റെ റഹ്മത്ത് എനിക്ക് ചൊരിയണം അല്ലാഹുവേ. അല്ലാഹുവിന്റെ റഹ്മത്ത് ലഭിച്ച പിന്നൊന്നുമില്ല, അള്ളാഹുവിന്റെ കാരുണ്യം ലഭിച്ച പിന്നെ നമുക്കൊന്നുമില്ല. കുടുംബക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ പറയുന്ന ഒന്നും പാഴാകൂല. ജീവിതത്തിൽ നിങ്ങൾക്ക് കൊണ്ടുവരാൻ പറ്റുന്ന അത്രയും നല്ല അത്ഭുതങ്ങളാണ് ലോകത്ത് അള്ളാഹു നമുക്ക് തന്ന സൗഭാഗ്യങ്ങളിൽ ഏറ്റവും നല്ല സൗഭാഗ്യമാണത്. ആ ഒരു സൗഭാഗ്യം വേണ്ടാന്ന് പറഞ്ഞിട്ട് കളയരുത്. ആ സൗഭാഗ്യം നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരണം. അല്ലാഹുമ്മ റഹ്മനി എന്ന് പറയുമ്പോ അല്ലാഹ് നീ എനിക്ക് റഹ്മത്ത് ചെയ്യണേ റബ്ബേ. ഇതിനേക്കാൾ ഇനി അനുഗ്രഹ റഹ്മത്ത് ചൊരിക്കാൻ വേറെ ആരാ സഹോദരങ്ങളെ ഉള്ളത്? അല്ലാഹു അല്ലാതെ. പടച്ച തമ്പുരാൻ നമുക്ക് റഹ്മത്ത് തരും. പക്ഷെ അത് വേണ്ടുന്ന കോലത്തിൽ അല്ലാഹുവോട് ചോദിക്കാൻ മനസ്സ് കാണിക്കണം. അള്ളാഹിനോട് ചോദിക്കാൻ നമ്മൾ മനസ്സ് കാണിക്കണം. ആ സമയമാ നമുക്ക് വിജയിക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് ഒന്നാമത്തെ പത്തിൽ നമ്മൾ ചൊല്ലാൻ പോകുന്നത് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്ന വഅഊദു ബിക മിനൻ നാർ അല്ലാഹുമ്മ റഹ്മനി യാ അർഹമർ റഹീമീൻ. ഇങ്ങനെ ഉള്ള എല്ലാം നമ്മൾ ചൊല്ലിക്കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ ചെയ്യുന്ന ഒരു ദുആയുണ്ട്. അല്ലാഹുമ്മ ജഅൽ ഹാദാ അശ്ശഹറ ശരീഫൽ അളീമ റമളാന ഷാഹിദൻ ലനാ ലാ ഷാഹിദൻ അലൈനാ വജഅൽഹു ഹുജ്ജതൻ ലനാ ലാ ഹുജ്ജതൻ അലൈനാ യാ റബ്ബൽ ആലമീൻ. അല്ലാഹുമ്മ അത്ഖ് റിഖാബനാ ورقاب آبائنا وأمهاتنا وإخوتنا وأجدادنا وأساتذتنا من الديون والمظالم والنار. اللهم اجعل هذا الشهر الشريف العظيم اللهم اجعل هذا الشهر الشريف العظيم رمضان شاهدا لنا لا شاهدا علينا واجعله حجة لنا لا حجة علينا. എല്ലാ ദിവസവും എല്ലാ നിസ്കാരത്തിലും നമ്മൾ നല്ലതുപോലെ ചൊല്ലേണ്ടുന്ന ദുആയാണ്. നമ്മൾ വേണ്ടുന്ന കോലത്തിൽ ചൊല്ലിക്കഴിഞ്ഞാൽ നമുക്ക് രക്ഷപ്പെടാൻ പറ്റും. അതിലൊന്നും ഒരു മാറ്റവും ഇല്ല. പക്ഷെ വേണ്ടുന്ന കോലത്തിൽ ചെല്ലാനുള്ള മനസ്സും മനക്കരുത്തും നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. ഇല്ല എന്നുണ്ടെങ്കിൽ ആ ഒരു പ്രതിഫലം നമുക്ക് ലഭിക്കൂല, ആ ഒരു സന്തോഷം നമുക്ക് ലഭിക്കൂല. അതുകൊണ്ടാണ് അവിടെ നിന്ന് പറഞ്ഞു പോകുന്നത്. ഒന്നുകൂടെ പഠിച്ചോ. അല്ലാഹ് എല്ലാ വഖ്തുകൾക്ക് ശേഷവും എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങൾ ദുആ ചെയ്യണം. അല്ലാഹുമ്മ ജഅൽ ഹാദാ അശ്ശഹറ ശരീഫൽ അളീമ റമളാന ഷാഹിദൻ ലനാ ലാ ഷാഹിദൻ അലൈനാ വജഅൽഹു ഹുജ്ജതൻ ലനാ ലാ ഹുജ്ജതൻ അലൈനാ. അല്ലാഹുവേ, ഈ റമളാൻ ഞങ്ങൾക്ക് അനുകൂലമുള്ളതാക്കി മാറ്റണേ പടച്ചോനെ. നാളെ നിന്റെ അടുക്കൽ ഞങ്ങൾക്ക് പ്രതികൂലമായി സാക്ഷി പറയുന്നവരിൽ പെടുത്തല്ലേ അല്ലാഹ്. നല്ല മനസ്സോടെ നല്ല നീയത്തോടെ നിങ്ങൾ അങ്ങനെ ചെയ്യുമ്പോ നിങ്ങൾക്ക് ഒരുപാട് പ്രതിഫലം അല്ലാഹു തരികയാണ്, ഒരുപാട് സന്തോഷം അല്ലാഹു തരികയാണ്. അതുകൊണ്ടാണ് അവിടെ നിന്ന് പറഞ്ഞു പോകുന്നത്, ഏറ്റവും നല്ല മനസ്സോടെ ഏറ്റവും നല്ല നീയത്തോടു കൂടി ഏതൊരാൾ ഇത് ചൊല്ലിക്കൊണ്ട് കടന്നു വരുന്നോ അവൻ വിജയിച്ചുവെന്നാണ്, അവൻ വിജയിച്ചുവെന്നാണ്. അതുകൊണ്ടാണ് അവിടെ നിന്ന് പറഞ്ഞു പോകുന്നത്. അതുകൊണ്ടാണ് മനസ്സിലെത്തിയിട്ട് ചൊല്ലാൻ പറയുന്നത്. ചൊല്ലുമ്പോ മനസ്സോടെ നീയത്തോടെ ആഗ്രഹം വരണമല്ല. അല്ലാഹുമ്മ ജഅൽ ഹാദാ അശ്ശഹറ ശരീഫൽ അളീമ റമളാന ഷാഹിദൻ ലനാ. അല്ലാഹുവേ, റമളാൻ ഞങ്ങൾക്ക് സാക്ഷിയാകുന്നവരിൽ പെടുത്തണേ അല്ലാഹ്. ലാ ഷാഹിദൻ അലൈനാ, ഞങ്ങൾക്ക് പ്രതികൂലമായി പറയുന്ന ഞങ്ങൾക്കെതിരെ പറയുന്ന റമളാനാക്കരുത്. വജഅൽഹു ഹുജ്ജതൻ ലനാ ലാ ഹുജ്ജതൻ അലൈനാ. അല്ലാഹുവേ, നല്ലതുപോലെ ഞങ്ങളോടൊപ്പം നിൽക്കുന്ന ഞങ്ങൾക്ക് സന്തോഷം തരുന്ന റമളാനാക്കി മാറ്റണേ അല്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ടാണ് കടന്നു വരേണ്ടുന്നത്. ഓരോന്നിനും അതിൻ്റെതായ പോരിശകളുണ്ട്.
അതിൻ്റെതായ മഹത്വങ്ങളും അതിൻ്റെതായ അംഗീകാരങ്ങളും അതിൻ്റെതായ അന്തസത്തകളുമുണ്ട്. ഇല്ലേ? ഇന്ന് മുതൽ അൽഹംദുലില്ലാഹ് മഗ്രിബ് നിസ്കാരം മുതൽ നമ്മൾ ആരംഭിക്കുകയാണ്. നല്ല നീയത്തോടെ എനിക്ക് നിങ്ങളോട് ഒന്നേ പറയാനുള്ളൂ, നിങ്ങളൊക്കെ ഞങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യണം, എനിക്ക് വേണ്ടി ദുആ ചെയ്യണം. ഞാനും ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് ഓരോരുത്തർക്കും മനസ്സറിഞ്ഞിട്ട് ദുആ ചെയ്യും. എല്ലാ ദിവസവും നമുക്ക് ഇതുപോലെ 2:30 തന്നെ ഇൻഷാ അല്ലാഹ് നമുക്ക് ഒരുമിച്ച് കൂടണം. അല്ലാഹു അതിനുള്ള സൗഭാഗ്യവും അതിനുള്ള തൗഫീഖും അല്ലാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ ഇൻഷാ അല്ലാഹ്. ഇനിയുള്ള റമദാനിന്റെ ഓരോ ദിവസങ്ങളിലും കുറച്ചധികം സ്വലാത്തുകളും ഒരുപാട് ദിക്റുകളും നമുക്ക് ചൊല്ലണം. നമ്മുടെ പാപങ്ങളൊക്കെ പൊഴിഞ്ഞു പോകാൻ അല്ലാഹു നമ്മളെ സ്വീകരിക്കുമാറാകട്ടെ. ഞാൻ ആരോടും വെള്ളം മുമ്പിൽ വെക്കാനോ വെള്ളം മന്ത്രി ചോദാനെന്നോ ഒന്നും ഞാൻ പറയില്ല. നിങ്ങൾ കേൾക്കുക, നിങ്ങളുടെ ജീവിതത്തിന് ഉപകാരപ്പെടുമെന്ന് നിങ്ങൾക്ക് തോന്നിയാൽ നിങ്ങളത് അംഗീകരിക്കുക. ഇല്ല എന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്നോണ്ട് എനിക്കൊരു കുഴപ്പമില്ലല്ലോ. നിങ്ങൾക്കത് യാഥാർത്ഥ്യമാക്കി കൊണ്ടുവരാൻ കഴിയുമെങ്കിൽ അൽഹംദുലില്ലാഹ് നിങ്ങൾക്ക് നല്ലത്. ഇല്ലെങ്കിൽ എന്ത് ചെയ്യുക, അടുത്ത് കളയ. നല്ല മനസ്സുള്ളവർ കേൾക്കുക, ജീവിതത്തിൽ കൊണ്ടുവരിക. അതിനാണ് ഏറ്റവും നല്ല പുണ്യമുള്ളത്. അതുകൊണ്ടാണ് അവിടുന്ന് നല്ല മനസ്സോടെ ചെല്ലാൻ പറയുന്നത്. ഇനി എവിടെന്ന് നിങ്ങൾക്കറിയുമോ? ഖാത്തമുൽ അസ്മ റളിയല്ലാഹു അൻഹു റമളാനിന്റെ പവിത്രതയെ പറ്റിയിട്ട് പറഞ്ഞു കൊടുക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. അതിൽ ഏറ്റവും കൂടുതൽ പ്രതിഫലം ലഭിക്കുന്നത് എവിടെയാണ്? ഏറ്റവും കൂടുതൽ സന്തോഷം തരുന്നത് ആരാണ്? ഏറ്റവും കൂടുതൽ അല്ലാഹുവിന്റെ മലക്കുകൾ വന്നുകൊണ്ട് സന്തോഷിപ്പിക്കുന്നത് എവിടെയാണ്? അതുകൊണ്ട് പരിശുദ്ധമായ റമളാനിന്റെ മഹത്വങ്ങൾ അറിയുമോ? അല്ലാഹ് റമളാനിൽ ഒരാൾ ദുആ ചെയ്യാൻ ഏറ്റവും കൂടുതൽ കടന്നു വരേണ്ടുന്നത് എപ്പോഴാ? നോമ്പ് തുറക്കുന്ന സമയമുണ്ടല്ലോ. ആ ഒരു നോമ്പ് തുറക്കുന്ന സമയത്തിനോട് അടുത്തുകൊണ്ട് അവന്റെ 2 കരങ്ങൾ ഉയർത്തിയിട്ട് അല്ലാഹുവേ, അവന്റെ ജീവിതത്തിന്റെ പ്രയാസങ്ങളും പ്രതിസന്ധികളുമെല്ലാം അവന്റെ മുമ്പിൽ വെച്ചുകൊണ്ട് മനസ്സറിഞ്ഞ് അവനങ്ങ് ദുആ ചെയ്താൽ അല്ലാഹുവിന്റെ സങ്കടങ്ങൾ മാറ്റിക്കൊടുക്കുന്നതാണ്. അല്ലാഹുവിന്റെ വേദനകൾ മാറ്റിക്കൊടുക്കുന്നതാണ്. അല്ലാഹുവേ, അങ്ങനെ ആരാണ് നല്ല മനസ്സോടുകൂടിയിട്ട് ദുആ ചെയ്യാൻ കടന്നു വരുന്നത്? അവനെ പോലെ ഭാഗ്യമുള്ളവരില്ല, അവനെ പോലെ സന്തോഷമുള്ളവരില്ല, അവരെ പോലെ അല്ലാഹുവിന്റെ അടുക്കൽ പ്രതിഫലം ലഭിക്കുന്നവരില്ല. അതുകൊണ്ട് ഏതൊരാളാണ് നോമ്പ് തുറക്കുന്ന സമയത്ത് ഇൻഷാ അല്ലാഹ് നാളത്തെ റമളാനിന്റെ നാളെ നമ്മളെ എത്തിക്കണേ റബ്ബേ. റമളാൻ മുഴുവനും നല്ലതുപോലെ നോമ്പ് നോറ്റ് നിനക്ക് വേണ്ടി ദുആ ചെയ്ത്, നിനക്ക് വേണ്ടി ഖത്മുകൾ ഓതി, നിനക്ക് വേണ്ടി ദിക്റുകൾ ചൊല്ലി, നിനക്ക് വേണ്ടി സന്തോഷത്തോടെ കടന്നു വരാ ഞങ്ങൾക്കൊക്കെ നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. ഞങ്ങൾക്കൊക്കെ നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. സഹോദരങ്ങളെ, മനസ്സിന്റെ അകത്തട്ടിൽ നിറഞ്ഞു വരുന്ന ഈമാനിന്റെ മാധുര്യമുണ്ടല്ലോ. ആ ഒരു ഈമാനിന്റെ മാധുര്യമാ നമുക്ക് സന്തോഷിക്കാനുള്ളത്, നമുക്ക് പ്രതിഫലം ലഭിക്കുന്നത്, നമുക്ക് ആനന്ദം ലഭിക്കുന്നത്, നമുക്ക് സന്തോഷം ലഭിക്കുന്നത്. അതുകൊണ്ട് നല്ല മനസ്സോടെ, നല്ല സന്തോഷത്തോടെ, നല്ല ഈമാനോടെ നിങ്ങളൊന്ന് ചെയ്താൽ അൽഹംദുലില്ലാഹ് അത് വല്ലാത്ത സൗഭാഗ്യമാണ്. നിങ്ങൾക്ക് വേണ്ടി മാത്രമല്ല, നമ്മുടെ ദാറുസ്സലാമിന്റെ കുടുംബത്തിലുള്ള ഓരോരുത്തർക്ക് വേണ്ടിയിട്ട് നിങ്ങൾ പരസ്പരം ദുആ ചെയ്യണം. എന്തേ കാരണമെന്നറിയുമോ? അതിൽ ഒരുപാട് ആളുകൾക്ക് മാരകമായ രോഗമുള്ളവരുണ്ട്, വല്ലാതെ സങ്കടത്തിൽ കഴിയുന്നവരുണ്ട്, വല്ലാതെ ദുഃഖത്തിൽ കഴിയുന്നവരുണ്ട്, ക്യാൻസർ രോഗം വന്നവരുണ്ട്, നടക്കാൻ കഴിയാത്തവരുണ്ട്, വിഷമത്തിലും ദുഃഖത്തിലുമായി കഴിഞ്ഞുകൂടുന്നവരുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഓരോരുത്തരും ഓരോരുത്തർക്ക് വേണ്ടി മനസ്സറിഞ്ഞിട്ടൊന്ന് ദുആ ചെയ്യുമോ? മനസ്സറിഞ്ഞിട്ട് ദുആ ചെയ്യുമോ? അങ്ങനെ ചെയ്തുകൊണ്ട് കടന്നു വന്നാൽ നിങ്ങളിൽ ആരുടെ ദുആയാണ് പടച്ച റബ്ബ് സ്വീകരിക്കുന്ന എന്നറിയില്ല. അത് വല്ലാത്തൊരു അത്ഭുതമാണ്, അത് വല്ലാത്തൊരു സന്തോഷമാണ്, അത് വല്ലാത്തൊരു ആനന്ദമാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, എന്റെ കുടുംബക്കാരോട് പറയുകയാണ്, അല്ലാഹു നമുക്ക് തരുന്ന സൗഭാഗ്യമാണ്, അല്ലാഹു
നമുക്ക് തരുന്ന പുണ്യങ്ങളുടെ പൂക്കാലമാ. ഈ പൂക്കാലത്തിൽ നല്ല മനസ്സോടെ, ആരോടും ഒരു വെറുപ്പില്ലാതെ, ആരോടും ഒരു പിണക്കമില്ലാതെ, ആരോടും ഒരു വിദ്വേഷമില്ലാതെ, ആരോടും ഒരു ദേഷ്യപ്പെടാതെ നല്ല മനസ്സോടുകൂടി കടന്നു വരാ. അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ പവിത്രമായ പരിശുദ്ധമായ ഓരോ ദിവസവും 2:30 ഇൻഷാ അല്ലാഹ് നമുക്കൊന്ന് ഒരുമിച്ച് കൂടണം. അല്ലാഹുവിന്റെ ദീന് പറയണം. മനസ്സറിഞ്ഞുകൊണ്ട് ഖുർആൻ ഓതണം. മനസ്സറിഞ്ഞുകൊണ്ട് ദിക്റ് ചൊല്ലണം. അങ്ങനെ ചൊല്ലിക്കൊണ്ട് കടന്നു വന്നാ അൽഹംദുലില്ലാഹ് നിങ്ങൾ ഭാഗ്യമുള്ളവരാണ്. നിങ്ങൾ സന്തോഷമുള്ളവരാണ്. നിങ്ങൾക്ക് അല്ലാഹുവിന്റെ അടുക്കൽ ഒരുപാട് പ്രതിഫലം ലഭിക്കുന്നതാ. അതുകൊണ്ട് തല്ലല്ലേ. അതുകൊണ്ടാണ് നബി തങ്ങൾ അവിടുന്ന് പറഞ്ഞു പോയത്, പ്രിയമുള്ള സഹാബാ, എത്ര വലിയ രോഗത്തിൽ കഴിയുന്ന ഒരാൾ നിങ്ങളുടെ വീടിന്റെ പരിസരത്തുണ്ടോ, അവനിക്ക് വേണ്ടിയിട്ടൊന്ന് ദുആ ചെയ്യുമോ? അവന്റെ മനസ്സിലേക്കൊന്ന് ഈമാൻ വരട്ടെ. അവന്റെ മനസ്സൊന്ന് സന്തോഷിക്കട്ടെ. അവന്റെ മനസ്സൊന്ന് കുളിർമയിൽ വരട്ടെ. അതുകൊണ്ട് സഹാബാ, നല്ല നീറുന്ന മനസ്സോടെ നിങ്ങളുടെ ദുആയിൽ ആ സാധുക്കളെ കൂടെ ഉൾപ്പെടുത്തുമോ? നിങ്ങൾ ദുആ ചെയ്യുമ്പോൾ നിങ്ങളുടെ കൂടെ ഉള്ള നിങ്ങളുടെ പ്രിയപ്പെട്ടവരെ, അവരെ കൂടെ നിങ്ങളുടെ ദുആയിൽ ഉൾപ്പെടുത്തണം. അല്ലാഹു തആല സ്വീകരിക്കട്ടെ. അപ്പൊ ഇൻഷാ അല്ലാഹ് നാളെ അതിമഹത്തായിട്ടുള്ള വിഷയങ്ങൾ പറയും. ഇന്ന് നമ്മുടെ തുടക്കമാണ്. നാളെ ഇൻഷാ അല്ലാഹ് ഇതേ സമയം നാളെ നമുക്ക് നമ്മുടെ മജ്ലിസിൽ നമുക്ക് ഒരുമിച്ച് കൂടണം. എല്ലാവരും കഴിവിന്റെ പരമാവധി എല്ലാവരിലേക്കും എത്തിച്ചു കൊടുക്കണം. അല്ലാഹു തആല സ്വീകരിക്കട്ടെ. അർഹമായ പ്രതിഫലം കൊടുക്കട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം അലാ റസൂലിക സയ്യിദിനാ വഹബീബിനാ മുഹമ്മദ്. അല്ലാഹുവേ, ഞങ്ങളുടെ ഒരുമിച്ച് കൂടൽ നീ സ്വീകരിക്കണേ അല്ലാഹ്. പടച്ചവനെ, കമന്റിലൂടെ ഒരുപാട് സഹോദരങ്ങൾ ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്യുകയാണ്. അവർ എഴുതി വിടുന്നത് മുഴുവനും നീ കാണുന്നവനാണ്. നീ സ്വീകരിക്കണേ അല്ലാഹ്. നീ സ്വീകരിക്കണേ അല്ലാഹ്. നീ സ്വീകരിക്കണേ അല്ലാഹ്. അല്ലാഹുവേ, രോഗങ്ങളുള്ളവരുടെ രോഗത്തിന് ശമനം കൊടുക്കണേ അല്ലാഹ്. ശമനം കൊടുക്കണേ അല്ലാഹ്. നീ ഷാഫിയാണ് റബ്ബേ. നീ കാഫിയാണ് റബ്ബേ. നീ എല്ലാവരുടെ രോഗത്തിനും ശമനം കൊടുക്കണേ അല്ലാഹ്. പടച്ചവനെ, ഞങ്ങളുടെ ലിസ്റ്റിലുള്ളവർ എല്ലാവരെയും നീ സ്വീകരിക്കണേ അല്ലാഹ്. ഈ റമളാനിൽ ഒരാൾക്കും നോമ്പ് നോക്കാൻ കഴിയാത്തൊരവസ്ഥ വരുത്തല്ലേ അല്ലാഹ്. അങ്ങനത്തെ ദുഃഖം വെക്കല്ലേ അല്ലാഹ്. അങ്ങനത്തെ സങ്കടം വെക്കല്ലേ റബ്ബേ. നീ ഞങ്ങളുടെ ദുആയെ സ്വീകരിക്കണേ റഹ്മാനെ. ഇഷ്ടപ്പെടണേ അല്ലാഹ്. ആരൊക്കെയാണ് മനസ്സറിഞ്ഞ് ദുആ ചെയ്യാൻ പറഞ്ഞത് അവരെയൊക്കെ അറിയുന്ന റബ്ബേ. അവരുടെയൊക്കെ മനസ്സിന്റെ ഹലാലായ മുറാദുകൾ നീ ഹാസിലാക്കി കൊടുക്കണേ അല്ലാഹ്. നീ ഹാസിലാക്കി കൊടുക്കണേ അല്ലാഹ്. നീ ഹാസിലാക്കി കൊടുക്കണേ അല്ലാഹ്. വേദന ഉള്ളവരുടെ, സങ്കടമുള്ളവരുടെ, ദുഃഖമുള്ളവരുടെ എല്ലാ പ്രയാസങ്ങളും മാറ്റണേ അല്ലാഹ്. പടച്ചവനെ, മജ്‌ലിസിലേക്ക് കടന്നു വരുന്ന ഓരോരുത്തരെയും നീ സ്വീകരിക്കണേ അല്ലാഹ്. ഖബൂലാക്കണേ അല്ലാഹ്. ഇഷ്ടപ്പെടണേ അല്ലാഹ്. പടച്ചവനെ, മാരകമായ രോഗങ്ങൾ കൊണ്ട് കഴിയുന്നവരുണ്ട്, സങ്കടത്തിൽ കഴിയുന്നവരുണ്ട്, വിഷമത്തിൽ കഴിയുന്നവരുണ്ട്. അല്ലാഹുവേ, എല്ലാവരുടെ സങ്കടങ്ങളെയും മാറ്റണേ അല്ലാഹ്. ദുഃഖങ്ങളെ മാറ്റണേ അല്ലാഹ്. ആവലാദികളെ മാറ്റണേ അല്ലാഹ്. ഒരാളെയും സങ്കടത്തിലാക്കല്ല അല്ലാഹ്. ഒരാളെയും ദുഃഖത്തിലാഴ്ത്തല്ല അല്ലാഹ്. പടച്ചവനെ, പരിശുദ്ധമായ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തിന്റെ നല്ല വഴികളിലൂടെ കടന്നു പോകാൻ ഞങ്ങൾക്ക് തൗഫീഖ് തരണേ അല്ലാഹ്.
അല്ലാഹുവേ പരിശുദ്ധമായ പവിത്രമായ മജ്‌ലിസ് കണ്ടുകൊണ്ടിരിക്കുന്നവർ മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുന്നവർ അല്ലാഹുവേ എല്ലാവരെയും നീ ഖബൂലാക്കണേ അല്ലാ, നീ സ്വീകരിക്കണേ അല്ലാ, അർഹമായ പ്രതിഫലം കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ ഈ പവിത്രമായ മജ്‌ലിസ് കുറേ ദിവസങ്ങളായി ഞങ്ങൾ ഒരുമിച്ച് കൂടാതെ ഇരുന്നവരാണ്. ഇന്ന് ഞങ്ങൾ ഒരുമിച്ച് കൂടി അല്ലാ മുടങ്ങാതെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഞങ്ങൾക്ക് തൗഫീഖ് തരണേ അല്ലാ. അല്ലാഹുവേ ഈ മജ്‌ലിസിന്റെ ഈ പരിശുദ്ധമായ ഈ പരിപാടി മറ്റുള്ളവരിൽ എത്തിച്ചു കൊടുക്കുന്നവർ, ഷെയർ ചെയ്ത് കൊടുക്കുന്നവരല്ലാ പടച്ചോനെ, അവർ ഏതെല്ലാം മേഖലകളിലാണ് അവർ പ്രവർത്തിക്കുന്നത് ആ മേഖലകളിലെല്ലാം ബറക്കത്ത് പ്രദാനം ചെയ്യണേ അല്ലാ, ബറക്കത്ത് പ്രദാനം ചെയ്യണേ അല്ലാ. ഈമാനിന്റെ വെളിച്ചം കൊടുക്കണേ അല്ലാ, സന്തോഷം നിറച്ചു കൊടുക്കണേ അല്ലാ. മക്കളില്ലാത്തവരുണ്ട് റബ്ബേ, അവർ കാണും പെണ്ണുമായ മക്കളെ കൊടുക്കണേ അല്ലാ. അംഗവൈകല്യങ്ങളുള്ള മക്കളെ കൊടുത്തുകൊണ്ട് നീ പ്രയാസപ്പെടുത്തല്ലേ അല്ലാ. പടച്ചോനെ, സാധുക്കളാണ്. പരിശുദ്ധമായ റമളാൻ ഞങ്ങളുടെ പടിവാതിൽക്കൽ വന്ന് നിൽക്കുകയാണ് അല്ലാ. ഞങ്ങളുടെ എല്ലാ ഇബാദത്തുകളും, ഞങ്ങളുടെ നോമ്പുകളും, ഞങ്ങളുടെ നിസ്കാരങ്ങളും, ഞങ്ങളുടെ സ്വതക്കകളും എല്ലാം നീ ഖബൂലാക്കണേ അല്ലാ, എല്ലാം നീ സ്വീകരിക്കണേ അല്ലാ, നീ ഇഷ്ടപ്പെടണേ അല്ലാ. ഈ റമളാൻ 30 നമുക്ക് ലഭിക്കുന്നവരിൽ പെടുത്തണേ റഹ്മാനെ. റമളാൻ ഞങ്ങൾക്ക് അനുകൂലമായി ലഭിക്കുന്നവരിൽ പെടുത്തണേ റഹ്മാനെ. റമളാനിന്റെ പോരിഷുകൾ ലഭിക്കുന്നവരിൽ പെടുത്തണേ റഹ്മാനെ. റമളാനിന്റെ പുണ്യങ്ങൾ ലഭിക്കുന്നവരിൽ പെടുത്തണേ റഹ്മാനെ. അല്ലാഹുവേ, എത്ര സങ്കടങ്ങൾ വന്നാലും, എത്ര ദുഃഖങ്ങൾ വന്നാലും, എത്ര പ്രയാസങ്ങൾ വന്നാലും ഈ റമളാനിന്റെ പോരിഷ കൊണ്ട്, സന്തോഷം കൊണ്ട്, കരുണക്കടലായ അല്ലാ എല്ലാത്തിനും നീ ഒരു പരിഹാരം തരണേ അല്ലാ, നീ ഒരു പരിഹാരം തരണേ അല്ലാ. ഞങ്ങളുടെ ദുആയ നീ സ്വീകരിക്കണേ റബ്ബേ, നീ സ്വീകരിക്കണേ അല്ലാ, നീ ഖബൂലാക്കണേ അല്ലാ. ജീവിതത്തിൽ ഞങ്ങൾ എന്തെല്ലാം ആഗ്രഹം വെച്ചുകൊണ്ടാണോ പറഞ്ഞു പോയത് അല്ലാ, എന്തെല്ലാം ആഗ്രഹം വെച്ചുകൊണ്ടാണോ ദുആ ചെയ്യുന്നത് അതെല്ലാം നീ സ്വീകരിക്കണേ അല്ലാ. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار برحمتك يا أرحم الراحمين.